എല്ലായിടത്തും പാടുന്ന പാട്ട് മതിയാ? തമിഴ് പാട്ട് മതിയാ? വന്നോടു തീരായി നെഞ്ചോടു നീരായി വന്നു കളമഴ തോരാതെ കുളിരണിയും എന്നിൽ തൊട്ടു സൂര്യൻ രോമാഞ്ചം കണ്ണേ കണ്ണേ മുന്നോട് പൂവാ ശംഖോടു നീര വന്നോടു തീരാ നെഞ്ചോടു നീര. എല്ലാവർക്കും ഓട്ടുണ്ടോ? അയ്യോ, ബാക്കി ആർക്കാ വോട്ടില്ലാത്ത? അതെ, വോട്ടില്ലേ? വോട്ടില്ലെങ്കിൽ വോട്ട് ചേർക്കണം. അപ്പൊ ഇവിടെ ഇരിക്കുന്നവര് വീട്ടിലുള്ളവരോട് പറഞ്ഞ് എനിക്കായിട്ട് വോട്ട് ചെയ്യണം, പോയി വോട്ട് ചെയ്യണം. കേട്ടോ കേട്ടോ, ഞാൻ പറയുന്നത് വോട്ട് ചെയ്തിരിക്കണം. അത് ആർക്കാര്, പക്ഷെ ആ ചെയ്യുന്ന വോട്ട് എനിക്ക് ചെയ്യണം. ഇത് സിനിമയല്ല, ഇത് ജീവിതമല്ല. എല്ലാവരും അങ്ങോട്ടിറങ്ങിയ ക്യാമറ മാത്രം അവിടെ. എന്നിട്ട് അവര് വെറുതെ പ്രക്ഷുബ്ധരാകും. കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ഡി അഡിക്ഷൻ സെന്റർ കേരളത്തിൽ ശരിക്കും മുതിർന്നവർക്ക് മാത്രമേ ഉള്ളൂ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പക്ക ഡി അഡിക്ഷൻ സെന്റർ. അപ്പൊ അത് സിസ്റ്റിന്റെ ഒരു സ്വപ്നമാണ്. നമ്മളിവിടെ സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കേരള ഗവൺമെന്റ് വിചാരിക്കും കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ ഗവൺമെന്റ് നമ്മൾ ഒരു വിധത്തിലേക്ക് കോൺടാക്ട് സൗത്ത് ഇന്ത്യ മൊത്തമാണെങ്കിൽ ആ 4-5 സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാര് വിചാരിക്കും. പക്ഷെ ജോൺ ബർല സാർ വന്നിട്ട് സെൻട്രൽ മൈനസ് മിനിസ്റ്റർ വന്നപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതേ ഞാൻ സപ്പോർട്ട് ചെയ്താൽ ഇതെനിക്ക് പറ്റില്ല എന്ന് എനിക്കറിയാം. അതാ പറഞ്ഞ ഇങ്ങനൊരു കാര്യം ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മ ഇത് പറ്റും. എപ്പോ ഭാരതീയ ജനതാ പാർട്ടി കേരളം ഭരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്തു തരും. അല്ലാതെ സാറ് എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു യാഥാർത്ഥ്യമായിട്ട് എന്താ ചെയ്യാൻ എന്താണ് സാധ്യമല്ലെന്നാണോ? അല്ല, അത് സാധ്യമാണെങ്കിൽ ഇത് സാധ്യമാണ്. MP ആയാലും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ടാണ് പറ്റാത്തത് ഞാൻ നിങ്ങളെ ഒരു വിശ്വാസവഞ്ചന ഞാൻ ചെയ്യത്തില്ല. പിന്നെ ഇപ്പൊ ശരിയായിക്കളെന്ന് പറഞ്ഞു ഒരിക്കലും ചെയ്യില്ല. അങ്ങനെ ജയിക്കുന്നതിൽ അർത്ഥമില്ല. MP ആയിട്ട് എന്ത് ചെയ്യാമെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. അത് ഞാൻ ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഭരണം നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഭരണത്തിൽ നമ്മുടെ ഒരു അംശമെങ്കിലും ഉണ്ടായിരിക്കും. അവരെ പിന്നെ അടികൊടുത്ത് ചെയ്യും. എന്റെ പാർട്ടിക്കാര് ഭരണത്തിന്റെ ഭാഗത്തുണ്ടെങ്കിലേ നല്ല തല്ലുകൊടുത്ത് ചെയ്യിക്കാം. എന്തായാലും 15 വർഷമായിട്ട് ഈ സ്ഥാപനം ഇവിടെ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളൊരു ചെറിയ സ്ഥലം എടുത്ത് അവിടെ പുതിയത് ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ലൈസൻസ് എല്ലാം ഉണ്ട്. പക്ഷെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിലുള്ള ഒരു പ്രശ്നമുണ്ട്. സ്റ്റേറ്റിലൊന്നും സപ്പോർട്ട് പിന്നെ സപ്പോർട്ട് തരുന്ന ആൾക്കാരെ സ്റ്റേറ്റിൽ ഇരുത്തും. അത്ര ഞാൻ പറഞ്ഞു. ഓക്കെ, KSEBക്കാരറിഞ്ഞ ഇതാണ് ഇവിടുത്തെ ഭരണം കേട്ടോ. അപ്പോ കഴിഞ്ഞ 5 വർഷം
അതിന് മുമ്പത്തെ 5 വർഷം, അങ്ങനെ ഓരോ 5 വർഷം ലീഡർ പോയി കഴിഞ്ഞുള്ള 5 വർഷങ്ങളല്ല എടുത്തത്. നിങ്ങളുടെ വൃത്തിയുടെ ഇൻഡെക്സ് മാർക്കിംഗ് എത്രയാണ്, അതിൽ നിന്ന് മാറ്റം വേണം. ഞാൻ ആ മാറ്റം കൊണ്ടുവരും. ആ മാറ്റം കൊണ്ടുവരാൻ ഞാൻ തയ്യാറാണ്. അതിന് എനിക്ക് അവസരം തരും. താങ്ക് യു. അങ്ങോട്ട് തിരിഞ്ഞോ? അവിടെ തന്നെ ആൾക്കാരെല്ലാവരും സൈഡിലേക്ക്